ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഈത്തപ്പഴം കൊണ്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ചേരുവകൾ ഞാൻ ചേർക്കുമ്പോൾ പറയാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട്. 3-4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എള്ളെണ്ണയോ എണ്ണയോ വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞ് നീളത്തിലരിഞ്ഞതാണ് വെളുത്തുള്ളി. 2 ടീസ്പൂൺ ഇഞ്ചി അതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നീളത്തിൽ കനം കുറച്ചരിഞ്ഞതാണ്. പിന്നെ ഒരു വറ്റൽമുളക് വറ്റൽമുളക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി. ഒരു വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമുക്ക് 2-3 പച്ചമുളക് ചെറുതായിട്ട് നീളത്തിൽ കനം കുറച്ചരിഞ്ഞത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അല്ല 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി നന്നായിട്ട് എരിവ് വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവയുടെ പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി. നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളമാവണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മധുരം ഇഷ്ടമില്ലാത്തവരാണ് വെച്ചാൽ അത് ഒഴിവാക്കാം. നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ മധുരം തന്നെ മതിയെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ. ഇവിടെ 250 ഗ്രാം ഈത്തപ്പഴമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് അത്യാവശ്യം ഒരു ഗ്രേവി ഉണ്ടാവണം. ഇത് ഇരിക്കും തോറും കുറുകി വരും. അപ്പോൾ അത്യാവശ്യം ഗ്രേവിയിൽ തന്നെ ഇതിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോഴത്തേനും ഇത് റെഡി ആവും. കുറച്ചൊന്ന് തിളച്ച് വന്നാൽ മതി. ഇപ്പം നമുക്കിത് ഗ്രേവിയോട് കൂടി തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ ഈത്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. Please subscribe, like, share, comment.